എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമുക്ക് ഈസി ആയിട്ടൊരു വാൽ കണ്ണാടി ഉണ്ടാക്കാം. വിഷുക്കണിയിലൊക്കെ വെക്കാൻ പറ്റുന്ന ടൈപ്പാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു കണ്ണാടി എടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ കുട്ടികളുടെ പഴയ ടോയ്സിൽ നിന്നാണ് കണ്ണാടി എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഈ ഒരു കണ്ണാടിയുടെ റൗണ്ട് വെച്ചിട്ട് ഒരു പേപ്പർ A4 പേപ്പർ എടുത്തിട്ട് ഇങ്ങനെ അതിൻ്റെ ചുറ്റിലും ഒരു ഫ്രെയിം പോലെ വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പേപ്പർ ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ഒരു സൈഡ് വരച്ച് കഴിഞ്ഞാൽ നമുക്കത് കട്ട് ചെയ്താൽ അപ്പുറത്തെ സൈഡും സെയിം ഈക്വലി നമുക്ക് കിട്ടും. ഇനി അത് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്കൊരു വാൽ കണ്ണാടിയുടെ ഷേപ്പിൽ പേപ്പർ കട്ടിങ് കിട്ടും. ഇനി നമ്മൾ ആ മിറർ വെക്കാനുള്ള പോർഷനും കൂടെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ നമുക്ക് വാൽ കണ്ണാടിയുടെ ഒരു ഫ്രെയിം കിട്ടും. ഇനി നമ്മൾ അത് കാർഡ്ബോർഡിലേക്ക് ഒന്ന് വരച്ചെടുക്കുക. അതിനുശേഷം ആ ഒരു ഷേപ്പിൽ നമ്മൾ കാർഡ്ബോർഡ് കട്ട് ചെയ്ത് എടുക്കുക. അപ്പോൾ നമ്മുടെ വാൽ കണ്ണാടിയുടെ ഫ്രെയിം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മിറർ അതിൽ ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിന് ബേസായിട്ട് നമ്മൾ ഒരു കാർഡ്ബോർഡും കൂടെ വെച്ച് ഒന്ന് ഒട്ടിച്ച് കൊടുക്കാനാണ് പോകുന്നത്. അപ്പം ഇതേ അളവിൽ നമ്മൾ ഒരു കാർഡ്ബോർഡും കൂടെ കട്ട് ചെയ്യുക. എന്നിട്ട് ഈ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫ്രെയിമും കണ്ണാടിയും ആ ഒരു കാർഡ്ബോർഡിൻ്റെ മേലേക്ക് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. അങ്ങനെ നമ്മുടെ വാൽ കണ്ണാടിയുടെ ബേസ് ഫ്രെയിമും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊന്ന് ഗോൾഡൻ കളർ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ഞാൻ കൂടുതൽ ഡെക്കറേഷൻ ഒന്നും ചെയ്യുന്നില്ല, കാരണം ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വാൽ കണ്ണാടിയാണ്. അപ്പോൾ ജസ്റ്റ് ഗോൾഡൻ കളറ് ആണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് ബ്രോൺസ് കളർ കൊടുക്കാം, ആ ഒരു വുഡൻ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ ആ മിറർ ഇതിലേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനൊരു കുഞ്ഞ് ഡെക്കറേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ കുഞ്ഞ് തെർമോകോൾ ബോൾസ് എടുത്തിട്ട് ഇങ്ങനെ ഹാഫായിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു ഹാഫ് ബീഡിൻ്റെ ലുക്ക് കിട്ടും. ഇതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് കയ്യിൽ എന്തെങ്കിലും ബീഡ്സ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ തെർമോകോൾ ബോൾസ് എടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഒന്ന് ചുറ്റിലും ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ആ ഒരു മിററിൻ്റെ ചുറ്റിലും ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ആ ഒരു ബോൾസിനും കൂടെ ഞാൻ ഗോൾഡൻ കളർ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇനി ഈ ഒരു മിററിൻ്റെ മേലെ ഒരു പേപ്പർ ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഒരു എന്താ പറയുക, ഒരു പ്ലാസ്റ്റിക് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഇളക്കി കൊടുക്കുമ്പം നമ്മുടെ കണ്ണാടി ഇവിടെ റെഡിയാണ്. ഇനി കുറച്ചും കൂടി ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പഴയ ഒരു ഇയർഫോൺ എടുത്തിട്ട് ഈ ഒരു മിററിൻ്റെ ചുറ്റിലും ഒന്ന് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ
അഥവാ കട്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും പാളിച്ചകളൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു സംഭവം വെച്ചിട്ട് അതിനെ കവർ ചെയ്യാം. അപ്പം ഞാൻ അതും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു കാർഡ്ബോർഡിൻ്റെ സൈഡിലായിട്ട് ടിഷ്യൂ പേപ്പർ ഒന്ന് ഒരു റോള് പോലെ ആക്കിയിട്ട് ഇതും ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ കാർഡ്ബോർഡ് കട്ട് ചെയ്തതൊന്നും കാണാതിരിക്കാൻ. എന്നിട്ട് മൊത്തമായിട്ട് നമ്മൾ ഇതിന് ഒക്കെ ഗോൾഡൻ കളർ പെയിൻറ്റ് കൊടുക്കുകയാണ്. നമ്മുടെ വാൽക്കണ്ണാടി റെഡി ആയിട്ടുണ്ട്. കണി വെക്കാനൊക്കെ നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. നമുക്കിനി വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ ഇത്തരുന്ന സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്.